നമസ്കാരം. 2027 ആകുമ്പോഴത്തേക്കും കഫേ നോംസ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അത് 100% ഉറപ്പാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ചെറു കാറുകളെയാണ് അത് കൂടുതൽ ബാധിക്കുക. ഡീസൽ കാറുകളുടെ അന്ത്യം എന്നൊക്കെ പറയുന്നത് കഫേ നോംസിൻ്റെ 7th സ്റ്റേജ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതോടുകൂടി ഏകദേശം ആ ഒരു കാര്യത്തിൽ തീരുമാനമാകും എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസം. പക്ഷേ ഇവിടെ നമ്മൾ എടുത്തുകൊണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇഗ്നിസ് എന്ന് പറയുന്ന ഒരു വൻമരം വീണു. വൻമരം എന്നൊക്കെ നമുക്കാണത് തോന്നുന്നത്. പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ കാര്യമായിട്ടുള്ള സെയിൽ ഈ ഒരു വാഹനത്തിനില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തെ മാർക്കറ്റിൽ നിന്നും പിൻവലിച്ചത് എന്നൊക്കെയുള്ള വാർത്തകൾ വെളിയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ജെനുവിനിറ്റി ഇല്ലാത്തത് കൊണ്ട് ഉറപ്പിച്ച് ഞാൻ അങ്ങോട്ട് പറയുന്നില്ല. എന്നാൽ പോലും ഇഗ്നിസിനെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ആ ഒരു വാഹനത്തിൻ്റെ മെക്കാനിക്കൽ സൈഡാണ്. ഇഗ്നിസിനെ കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇഗ്നിസ് നിർത്തും എന്ന് പറഞ്ഞതിന് ഒരുപാട് ചീത്തവിളികളും എന്താ പറയുന്നത്, നിങ്ങളുടെ പരാതികളൊക്കെ, സ്നേഹത്തോടെയുള്ള ചീത്തവിളികൾ എന്ന് പറയാം, അത്തരത്തിലുള്ള പരാതികളൊക്കെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇഗ്നിസിനെ കുറിച്ചിട്ട് ഇഗ്നിസ് എന്ന് പറയുന്ന വാഹനം നിർത്തി എന്ന് പറഞ്ഞതിന് അങ്ങനെ ഒരു വീഡിയോ ചെയ്തതിനും നല്ല രീതിക്കുള്ള എന്താ പറയുന്നത് പരാതികളും പരിഭവങ്ങളും സ്നേഹത്തിലുള്ള ചീത്തവിളികളൊക്കെ ഞാൻ കേട്ട് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ന്യൂസ് പറയുമ്പോഴത്തേക്കും തികച്ചും അത് ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുക. അതിനുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള റിസർച്ചും ചെയ്യാറുണ്ട് നമ്മളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ. പക്ഷേ ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നിസിന് ശേഷം ആര്, ഇഗ്നിസ് എന്ന വൻമരം വീണു, ഇഗ്നിസിന് ശേഷം ആര് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എൻജിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം. ഈ ഒരു ചാനലിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമെന്ന് പറയുന്നത്, സാധാരണക്കാരായ ഒരാൾ ഒരു വാഹനം എടുക്കുമ്പോൾ കഴിവതും പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ പറ്റിക്കപ്പെടാതെ നല്ല അറിവ് നേടി, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അത്തരത്തിൽ പീസ്ഫുൾ മൈൻഡിലൂടെ ഒരു വാഹനം വാങ്ങി ഒരു പീസ്ഫുൾ ഓണർഷിപ്പ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഗ്നിസിന് ശേഷം ആര് എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കട്ടെ. ആദ്യമേ തന്നെ ഇഗ്നിസിനെ കുറിച്ച് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇഗ്നിസ് എന്ന് പറയുന്ന വാഹനം പൂർണ്ണമായിട്ടും ഡിസ്കണ്ടിന്യൂ ചെയ്തു, അത് 100% ഉറപ്പാണ്. ഇഗ്നിസ് പ്രൊഡക്ഷൻ നിർത്തി എന്നുള്ളത് സത്യം തന്നെയാണ്. 2026 മാർച്ച് എൻഡോടുകൂടി ഈ ഒരു വാഹനത്തിൻ്റെ ഡെസ്പാച്ച്, അതായത് നിലവിൽ പ്രൊഡക്ഷൻ ചെയ്ത് പ്ലാന്റിലുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ ഡീലേഴ്സിൻ്റെ കയ്യിലുള്ള വാഹനങ്ങൾ, അതല്ലെന്നുണ്ടെങ്കിൽ യാർഡിലുള്ള വാഹനങ്ങൾ, ഡീലേഴ്സിൻ്റെ കയ്യിലുള്ള വാഹനങ്ങൾ നമുക്ക് മാറ്റി നിർത്താം, അത് ഡീലേഴ്സിൻ്റെ കയ്യിലുള്ളതാണ്. അതായത് പ്ലാന്റിലും അത് മാത്രമല്ല യാർഡിലൊക്കെയുള്ള വാഹനങ്ങൾ ഡെസ്പാച്ച് ചെയ്യുന്നത് മാർച്ച് 31 അതായത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ 2025-26 ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനത്തോടു കൂടി അത് സ്റ്റോപ്പ് ചെയ്യും എന്നുള്ളതാണ്. പിന്നീട് അങ്ങോട്ട് ഒരു ഇഗ്നിസും പ്ലാന്റിൽ നിന്നോ യാർഡിൽ നിന്നോ ഡെസ്പാച്ച് ചെയ്യില്ല എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക്കിനൊക്കെ നല്ല രീതിക്കുള്ള ക്ഷാമമുണ്ട്. ഇപ്പോൾ കയറി വരുന്ന വാഹനങ്ങൾ എന്ന് പറയുന്നത് സീറ്റ, ഡെൽറ്റ എന്നിങ്ങനെയുള്ള മോഡലുകളാണ്. അത് മാനുവൽ ട്രാൻസ്മിഷനാണ്. നിങ്ങൾ ഈ ഒരു വാഹനത്തെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഏകദേശം ഒരു 1.5 മാസമായിട്ട് വളരെ റെയറായിട്ടാണ് കയറി വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇഗ്നിസ് ബുക്ക് ചെയ്ത ആളുകളുടെ അവസ്ഥയാണ്. ഇപ്പോൾ ബുക്കിംഗ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ കാര്യമായിട്ടുള്ള ബുക്കിംഗ് ഈ ഒരു വാഹനത്തിനുണ്ട്. ഏകദേശം 100ഓളം ബുക്കിംഗ് ഒക്കെ ഓരോ ഷോറൂമിലും ഇപ്പോഴും ഉണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ബുക്ക് ചെയ്ത ആളുകൾക്ക് പോലും വാഹനം കിട്ടുമോ എന്നുള്ളൊരു കാര്യം 100% ഉറപ്പ് പറയാൻ കഴിയില്ല. എന്നാൽ വരികൾക്കിടയിലൂടെ ഒരു കാര്യം പറയാം, ബുക്ക് ചെയ്തു എന്ന് കരുതി ഈ ഒരു വാഹനം നിങ്ങൾക്ക് കിട്ടണം എന്നില്ല. നിങ്ങളൊരു വാഹനം ബുക്ക് ചെയ്തു, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ടോപ്പ് എൻഡ് ആണ് എന്ന് വിചാരിക്കുക, ടോപ്പ് എൻഡ് ആൽഫ കയറി വരുന്നേ ഇല്ല. അപ്പോൾ അത്തരത്തിൽ ടോപ്പ് എൻഡ് ആൽഫ ഒരു ബ്ലൂയിഷ് ബ്ലാക്കോ അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നെക്സ ബ്ലൂ ഒക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ സീറ്റ ഓട്ടോമാറ്റിക് ഒരു വൈറ്റ് വാഹനം കയറി വന്നാൽ അത് നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിച്ച കളറ്, നിങ്ങൾ ഉദ്ദേശിച്ച വേരിയൻ്റ് ഒക്കെ കിട്ടുക എന്നുള്ളത് തികച്ചും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ള രീതിക്കാണ്. ഇപ്പോൾ ഡീലേഴ്സിൻ്റെ കയ്യിൽ പോലും അല്ല കാര്യങ്ങൾ. കാരണം നോർത്ത് ഇന്ത്യയിലേക്ക് ഒരു വാഹനത്തിന് കാര്യമായിട്ടുള്ള ഡിമാൻഡ് ഇല്ല. GSTക്ക് ശേഷമൊക്കെയാണ് കുറച്ചെങ്കിലും ഈ ഒരു വാഹനത്തിന് ആ ഒരു ഏരിയയിലേക്ക് ഒരു ഡിമാൻഡ് വന്നത്. നമ്മൾ ടോപ്പിക്കിൽ നിന്ന് മാറി നിന്നിട്ടില്ല, നമ്മൾ ടോപ്പിക്കിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇഗ്നിസിന് ഒരു അപ്ഡേഷൻ വരുമോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ പേഴ്സണലി ഞാനത് വിശ്വസിക്കുന്നില്ല. ഇഗ്നിസിൻ്റെ കാലം കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ഇഗ്നിസിന് ശേഷം ആര് എന്നുള്ളൊരു വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. ഇഗ്നിസിന് ശേഷം ആര് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അതറിയാം, അത് എസ്പ്രസോ തന്നെയായിരിക്കും. കാരണം എസ്പ്രസോയുടെ പ്രൊഡക്ഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട്, പക്ഷേ അതും മന്ദഗതിയിലായിക്കൊണ്ടിരിക്കുകയാണ്. 2026 കൂടി അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോഴത്തേക്കും മിക്കവാറും എസ്പ്രസോയുടെ കാര്യത്തിലും ഒരു തീരുമാനമാകും എന്നുള്ളതാണ് ഒരു പേഴ്സണൽ വിശ്വാസം. അതിനകത്തൊരു ക്ലാരിറ്റി ഒന്നുമില്ല. ഈ ഒരു നമ്മളുടെ ഒരു റിസർച്ചിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇഗ്നിസിൻ്റെ കാര്യത്തിൽ
ക്ലിയർ കട്ടായിട്ട് പറയാം, ആ ഒരു വാഹനം ഡിസ്കണ്ടിന്യൂ ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഈ ഒരു വീഡിയോ വരുമ്പോഴത്തേക്കും ഇതിനും കമൻറ്റ് വരും, കാലമില്ലേ ഇഗ്നിസിനെ ഇങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ് എന്ന് പറയുന്നത്. അത് പറയാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് നല്ല വാഹനമാണ്, ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾ മെക്കാനിക്കൽ സൈഡ് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങാം എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. അതിൻ്റെ പോസിറ്റീവും പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എസ്പ്രസോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് അത്ര ഒരു വിഷമമൊന്നും എസ്പ്രസോ ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം 3 സിലിണ്ടർ എഞ്ചിനാണ്, ഇഗ്നിസിനെ പോലെ 4 സിലിണ്ടർ അല്ല. 998 cc, 65 bhp പവർ, എക്സാക്ട്ലി കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 65.71 bhp ആണ്. അതൊരു 5500 RPM ജനറേറ്റ് ചെയ്യും. മാക്സിമം 5500 RPM ആകുമ്പോഴാണ് 65.71 bhp അച്ചീവ് ചെയ്യുന്നത്. ടോർക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വെറും 3500 RPM 89 Nm ടോർക്കുണ്ട്. അപ്പോൾ ലോ എൻഡ് ടോർക്കൊക്കെ അത്യാവശ്യം വളരെ നല്ലതാണ്. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് വളരെ ശോകമാണ്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഓടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ആക്സിലറേഷനൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് വാഹനം വിചാരിക്കുന്നത് ഇത് നല്ല എന്തെങ്കിലും വളരെ കയറ്റമുള്ളൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഗിയർ ഡൗൺ ചെയ്യേണ്ട ഒരു രീതിക്കാണ് ഈ ഒരു ആക്സിലറേഷൻ കൊടുക്കുന്നത് എന്നുള്ളതാണ് വാഹനം സെൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വാഹനം പെട്ടെന്ന് അങ്ങോട്ട് ഗിയർ ഡൗൺ ചെയ്യും. ഇപ്പം 3rd നിന്നാണെന്നുണ്ടെങ്കിൽ 2nd വരും. അപ്പോൾ സംഭവിക്കുന്നത് സ്പീഡ് കുറയും. ഓട്ടോമാറ്റിക്കലി എതിരെ വരുന്ന വാഹനം അടുത്ത് വരും. നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച വാഹനത്തെ നമ്മളോട്ട് ഓവർടേക്ക് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയും വരും. അപ്പോൾ 2 വാഹനവും തമ്മിൽ പാരലായിട്ട് വരും. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വാഹനം ഇങ്ങനെയാണ്, നമുക്ക് ഇത്രയൊക്കെ പവറേ ഉള്ളൂ എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ എസ്പ്രസോ 2 എയർ ബാഗുമായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ കാര്യവും വളരെയധികം ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും 2-3 കാര്യങ്ങളാണ് എനിക്കിതിനകത്തോട്ട് പറയാനുള്ളത്. ഒന്ന്, ഇഗ്നിസിന് ഒരു അപ്ഗ്രേഡേഷൻ വരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. ഇഗ്നിസിൻ്റെ ഇലക്ട്രിക് വരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. ഇഗ്നിസ് മറ്റൊരു പേരിൽ, അതല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥാനത്ത് മറ്റൊരു വാഹനം വരുമോ എന്ന് ചോദിച്ചാലും ഇല്ല എന്ന് തന്നെയാണ് ആൻസർ. തീർച്ചയായിട്ടും പ്രധാനമായിട്ടും എടുത്തുകൊണ്ടൊരു കാര്യമെന്ന് പറയുന്നത് ബുക്ക് ചെയ്ത ആളുകൾക്ക് ഈ ഒരു വാഹനം കിട്ടുമോ എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം നമ്മൾ പറഞ്ഞു, എന്നാലും ഒന്ന് പിൻ പോയിന്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ബുക്ക് ചെയ്ത ആളുകൾക്ക് പോലും ഇഗ്നിസ് കിട്ടാനുള്ള ചാൻസ് വളരെ റെയറാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ടോപ്പ് എൻഡ് ഒന്നും ഒരിടത്തും അവൈലബിൾ അല്ല. അത് മാത്രമല്ല, ഓട്ടോമാറ്റിക് മാനുവൽ ആണെങ്കിൽ പോലും അവൈലബിൾ അല്ല. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വളരെ കുറവാണ്, പക്ഷേ മാനുവൽ ട്രാൻസ്മിഷൻ അത് സീറ്റ വാഹനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കയറി വരുന്നുണ്ട്. ഡെൽറ്റയും അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ഇതൊരു ഇൻഫർമേഷനായിട്ട് മാത്രം എടുക്കുക. തികച്ചും ഒത്തൻറ്റിക്കേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇഗ്നിസിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. നല്ല നല്ല കോണ്ടന്റുകളാണ് നമുക്ക് വീണ്ടും കാണാം. എസ്പ്രസോ വഴിയെ എത്തിക്കോളും. ആ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ടൊരു അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. കാരണം ഇത്തരം എൻട്രി ലെവൽ കാറുകളൊക്കെ ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, അത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അത്തരം വാഹനങ്ങളൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് കിട്ടുമോ ഇല്ലയോ എന്നൊരു ക്ലാരിറ്റി ഇതുവരെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.